അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാം സൂറത്തുൽ ഫീലിലേക്ക് പ്രവേശിക്കുകയാണ്. സൂറത്തുൽ ഫീൽ വിശുദ്ധ ഖുർആനിലെ 105-ാമത്തെ സൂറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിന്റെ ആദ്യ നാളുകളിൽ അവതരിച്ച സൂറകളിൽപ്പെട്ടതാണ് സൂറത്തുൽ ഫീൽ. പൊതുവെ നമുക്ക് വളരെ സുപരിചിതമായ ഒരു സൂറയാണ്. കഴിഞ്ഞ സൂറത്ത് ഖുറൈശ്, അതോട് ചേർത്തുകൊണ്ട് സൂറത്തുൽ ഫീലിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഈ രണ്ട് സൂറകളും തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണ്? ഈ രണ്ട് സൂറകളും കഅബാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതാണ്. സൂറത്തു ഖുറൈശിൽ ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീടിന്റെ നാഥന് അവർ ഇബാദത്ത് ചെയ്യട്ടെ എന്നൊരു കൽപ്പന ഉണ്ടായിരുന്നു. ഈ വീട് കഅബാലയമാണ്. അതേപോലെ സൂറത്തുൽ ഫീൽ കഅബയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. എന്താ ബന്ധം? അബ്രഹത്തും ആനപ്പടയും കഅബാലയം തകർക്കാൻ വേണ്ടിയിട്ട് വന്ന സംഭവമാണ് അതിന്റെ പശ്ചാത്തലം. പൊതുവെ നമുക്കൊക്കെ അറിയുന്ന സംഭവമാണ് അബ്രഹത്തിന്റെ ആനപ്പട. ക്രിസ്തുവർഷം 570 അല്ലെങ്കിൽ 571 ഈ കാലയളവിലാണ് ഈ സംഭവം നടന്നത്. അത് അന്നത്തെ കാലഘട്ടത്തിൽ അറേബ്യയിലെ വളരെ പ്രമാദമായ ഒരു സംഭവമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടുകൊണ്ട് ആ സൈന്യത്തെ നശിപ്പിച്ചു കളഞ്ഞത് ലോകത്തിന് മുമ്പിൽ തന്നെ വലിയൊരു പാഠമായിട്ട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയാണ്. ഇവിടെ ഈ സൂറയുടെ പശ്ചാത്തലം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മക്കയിൽ പിന്നീട് പ്രവാചകനായിട്ട് രംഗപ്രവേശം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന വർഷത്തിലാണ് ഈ സംഭവം നടന്നതെന്നാണ്. ആ പ്രവാചകൻ 40 വർഷങ്ങൾ പിന്നിടുമ്പോൾ പ്രവാചകനായിട്ട് മക്കയിൽ രംഗപ്രവേശം ചെയ്തു. മുശ്രിക്കുകൾ സ്വാഭാവികമായും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ താക്കീത് ചെയ്യാണ്. നിങ്ങളെക്കാളും കരുത്തരായ വലിയ സാമ്രാജ്യത്തിന്റെ ഉടമയായിരുന്ന അബ്രഹത്ത്, അറേബ്യ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത അത്രയും ശക്തമായ സൈന്യവുമായിട്ട് കഅബാലയം തകർക്കാൻ വേണ്ടി ഇതേ മക്കയിൽ വന്നിട്ടുണ്ട്. അവരെ പടച്ചോൻ എന്താണ് ചെയ്തത് എന്നത് നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് ചരിത്രബോധം ഉണ്ടാകണം. കാരണവന്മാരോട് ചോദിച്ച് പഠിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറയിലൂടെ മക്ക മുശ്രിക്കുകളെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താണ്. അതേപോലെ തന്നെ പൊതുവായിട്ട് മൊത്തം മനുഷ്യ സമൂഹത്തിന് തന്നെയും ഇതിൽ വലിയൊരു പാഠവും താക്കീതുമുണ്ട്. ആരാധനാ സ്വാതന്ത്ര്യം തടയപ്പെടുക എന്നത് ഗുരുതരമായ ഒരു മൗലികാവകാശ ലംഘനമാണ്. ആ നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തെ കാണുന്നത് എന്നുകൂടി നമുക്ക് കാണാം. സൂറത്തുൽ ഫീലിന്റെ പാരായണം നടത്തി നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. വളരെ ശാന്തമായിട്ട് കൂടുതൽ അധ്വാനമില്ലാതെ പാരായണം ചെയ്യാൻ കഴിയുന്ന ഒരു സൂറയാണ് സൂറത്തുൽ ഫീൽ. ശ്രദ്ധിക്കേണ്ടത് ശബ്ദ നിയന്ത്രണമാണ്. ഒരുപക്ഷെ നാം ആവശ്യമില്ലാതെ മണിക്കുകയും നീട്ടുകയും ചെയ്യുന്ന ഒരു
അവസ്ഥയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഈ സൂറയിൽ ഉണ്ടാവേണ്ടതില്ല. പ്രത്യേകിച്ച് ഈ സൂറയിൽ ആയത്തുകൾ ഇങ്ങനെ ഒരു വായിച്ചു പോകുന്ന ശൈലിയിലാണ് ചില ആയത്തുകൾ ഉള്ളത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അതിൽ മണിക്കാനൊന്നുമില്ല ഒന്നാമത്തെ ആയത്തില്. അതേ സമയത്ത് അല്പം ഒരു നിയന്ത്രണം ഉണ്ടാവണം. അലം അലം ആ മീമുണ്ടല്ലോ, സുക്കൂൻ ഉള്ള മീമ്. ഖുർആനിൽ സുക്കൂൻ എഴുതിയിട്ടുണ്ട്, അതില് സുക്കൂൻ ഇട്ടിട്ടുണ്ട്. സുക്കൂൻ ഉള്ള മീം എന്താ ചെയ്യേണ്ടത്? സുക്കൂൻ ഉള്ള മീമ് അതേപോലെ തന്നെ ഒന്ന് ടച്ച് ചെയ്ത് ഒന്ന് സ്പർശിച്ച് കടന്നു പോവാണ് വേണ്ടത്. അതിന് മണിക്കരുത്, അതിനോട് യാതൊരു സെന്റിമെന്റ്സും തോന്നാൻ പാടില്ല. ജസ്റ്റ് ഉച്ചരിച്ചാൽ കടന്നു പോകണം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അതേപോലെ രണ്ടാമത്തെ ആയത്ത് അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. ആ ആയത്തില് 2 സുക്കൂനുള്ള മീമുണ്ട്. അലം യജ്അൽ കൈദഹും. ആ 2 മീമുകള് അതേപോലെ തന്നെ ഒന്ന് ഉച്ചരിച്ച് കടന്നു പോകണം, മണിക്കേണ്ടതില്ല. وَأَرْسَلَ عَلَيْهِمْ طَيْرًا أَبَابِيلَ. وَأَرْسَلَ عَلَيْهِمْ طَيْرًا أَبَابِيلَ. അവിടെ ഒന്നും മണിക്കാനില്ല. ത്വയ്റൻ അവിടെ മുറിച്ച് ആ ഹംസ് തൻവീൻ വെളിവാക്കിക്കൊണ്ട് പിന്നെ ഹംസ് ഉച്ചരിക്കണം, അല്ലെ? ത്വയ്റൻ അബാബീൽ. അവിടെ ആ തെൻവീൻ ശ്രദ്ധിച്ചാൽ കാണാം, തെൻവീൻ 2 ഫത്ഹും വളരെ കറക്റ്റായിട്ട് ഒന്നിച്ച് ചേർത്ത് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. ത്വയ്റൻ അവിടെ മുറിയണം. അബാബീൽ. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. തർമീഹിം അവിടെ ഒരു മീമുണ്ട്, തർമീഹിം. ആ മീമിന് സുക്കൂൻ ഉണ്ടോ ഖുർആനില്? ഇല്ല. എന്താ കാരണം? അതിന് തൊട്ടുടനെ ബ എന്ന അക്ഷരം വരാണ്. അവിടെ ചേർത്ത് ഉച്ചരിക്കണം. തർമീഹിം ബി, അങ്ങനെ ചേർത്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അഥവാ മീമിനെ ബായിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. അതുകൊണ്ടാണ് അവിടെ മീമിന് സുക്കൂൻ കൊടുക്കാതിരിക്കുന്നത്. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ഹിജാറത്തിൻ അവിടെ തെൻവീൻ ഉണ്ട്. ആ തെൻവീൻ നോക്കിയാൽ അല്പം തെറ്റിച്ചെഴുതിയത് കാണാം. ചേർന്നല്ല, ഒന്നിന്റെ അല്പം അകലെ ആയിട്ടാണ് അടുത്തത് കൊടുത്തിരിക്കുന്നത്. കാരണം അതിന് ശേഷം മീം എന്ന അക്ഷരം വരുന്നു. അവിടെ ലയിപ്പിച്ച് മണിച്ചു പാരായണം ചെയ്യണം. ഹിജാറത്തിൻ മിൻ സിജ്ജീൽ. മിൻ എന്ന നൂനിന് സുക്കൂനാണ്, പക്ഷെ സുക്കൂൻ കൊടുത്തിട്ടില്ല. അവിടെ സീനിലേക്ക് ലയിപ്പിച്ച് മറച്ച് മണിച്ച് പാരായണം ചെയ്യണം. മിൻ സിജ്ജീൽ. ഫജഅലഹും സുക്കൂനുള്ള മീമ് വീണ്ടും. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. മഅകൂൽ സുക്കൂനുള്ള ഹംസ് വരുമ്പോ അങ്ങനെയാണ്, ഒന്ന് മുറിച്ച് വായിക്കുന്ന രീതി സ്വീകരിക്കും. മഅകൂൽ പറയേണ്ടതില്ല, ഒന്ന് കട്ട് ചെയ്താൽ മതി. മഅകൂൽ. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ഈ സൂറയില് നല്ല ശബ്ദ നിയന്ത്രണം ഉണ്ടാവണം. സുക്കൂൻ ഇട്ടിരിക്കുന്ന മീമ് വ്യക്തമായിട്ട് ഉച്ചരിക്കണം. സുക്കൂൻ എഴുതാത്ത മീമ് ഒന്ന് മാത്രമേ ഉള്ളൂ, അവിടെ നമ്മൾ ചേർത്ത് മണിച്ച് വായിക്കണം. ഇതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അലന്തറ കൈഫ എന്ന് പറഞ്ഞു പോകരുത്. പൊതുവെ അങ്ങനെയാണ് നമ്മുടെ ഒരു സംസാര ശൈലി ഉണ്ടല്ലോ, അലന്തറ കൈഫ എന്ന് പറയും. അലം തറ കൈഫ, അങ്ങനെ നല്ല സ്ഫുടത ഉണ്ടാകാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ഒന്നുകൂടി പാരായണം ചെയ്ത് നോക്കാം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ.
ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ആയത്തുകൾ അവസാനം നീട്ടി നിർത്താനുള്ള ശൈലിയിലാണ്. എന്നാൽ വളരെ സുന്ദരമായ ഒതുങ്ങിയ ഒരു സൂറയാണ് സൂറത്തുൽ ഫീൽ. ഈ സൂറ വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. എങ്കിൽ പോലും വിശുദ്ധ ഖുർആനിന്റെ ആ ഒരു അവതരണ ഭംഗിയുണ്ടല്ലോ, അത് വളരെ സവിശേഷമാണ്. അള്ളാഹുവിന്റെ ഭവനം തകർക്കാൻ വന്ന ഒരു സമൂഹത്തെ അനുസ്മരിക്കുകയാണ്. അള്ളാഹു എങ്ങനെ നശിപ്പിച്ചു എന്ന് നിലവിലുള്ള സത്യനിഷേധികളായ സമൂഹത്തെ താക്കീത് ചെയ്യുന്നതാണല്ലോ ഈ അധ്യായത്തിന്റെ പൊരുൾ. പക്ഷെ അവിടെയും അതിൻ്റെതായ ഒരു സംഗീതാത്മകതയും ആകർഷണീയതയും അള്ളാഹു സുബ്ഹാനഹു തആല കാത്തു സൂക്ഷിച്ചിരിക്കുന്നു എന്നത് വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികതകളിൽപ്പെട്ട ഒന്നായിട്ട് തന്നെ നാം മനസ്സിലാക്കണം. നമ്മുടെ പ്രതികരണ രീതികൾ എങ്ങനെയായിരിക്കും? നാം ഒന്നുകിൽ അമിതമായ ആത്മവിശ്വാസത്തോടെ, അല്ലെങ്കിൽ ആരെങ്കിലും പരാജയപ്പെടുത്തി കഴിയുമ്പോൾ, തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മെ ഒരു വിധത്തിലും ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന അഹംഭാവം പ്രകടിപ്പിക്കുന്ന ശൈലിയൊക്കെ ആയിരിക്കും ഉണ്ടാകും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല വളരെ തന്മയത്വത്തോടുകൂടി, സംയമനത്തോടുകൂടി, ഗുണകാംക്ഷാപൂർവം ആളുകളെ അകപ്പെട്ട തെറ്റിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ ശ്രമം നടത്തുന്നതായിട്ട് കാണാൻ കഴിയും. അത് ഖുർആനിന്റെ പൊതുവായ പ്രത്യേകതയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാരായണം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിനെ അതിന്റെ ആന്തരാർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യാനും പഠിക്കുവാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.